ഓക്കെ. താങ്ക് യു ഡോക്ടർ ധനേഷ്. താങ്ക് യു ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1963 ദിവസം ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ് നടക്കുവാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുസൂദന പണിക്കർ സാറ് നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം മാഗ്നറ്റിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളും അതിന്റെ ഹോമിയോപ്പതി ചികിത്സയുമാണ് ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ്. ഒരു ക്ലാസ് ഡോക്ടർ നേരത്തെ എടുത്തിരുന്നു. ഡോക്ടറെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഡോക്ടർ ആലപ്പുഴ ജില്ലയിൽ കലവൂരിൽ SN ഹോമിയോ ക്ലിനിക്ക് നടത്തി വരുന്നു. കൂടാതെ ഒത്തിരി വേദികളിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി വരുന്നു. അങ്ങനെയെല്ലാമുള്ള മധുസൂദന പണിക്കർ സാറിനെ നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. സാർ എത്തിയിട്ടില്ലേ ധനേഷ് ഡോക്ടറെ? ജോയിൻ ചെയ്തില്ല, ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. അപ്പോഴേക്കും ധനേഷ് ഡോക്ടർ സ്ഥിരം പറയാറുള്ള ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ നമ്മുടെ ഈ യൂട്യൂബിൽ പരിപാടികൾ അപ്ലോഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇതിന്റെ ബ്രോഷർ നമ്മളെ എല്ലാ ദിവസവും അറിയിക്കുന്നതിനും ഒക്കെ കുറച്ചൊരു ചിലവ് IFPHന് വരുന്നുണ്ട്. അത് കുറച്ച് ഡോക്ടർമാര് സ്ഥിരമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമൊക്കെ കാണുന്നവര് പറ്റുന്നവര് ചെറിയ എമൗണ്ടുകളായാലും വല്ലപ്പോഴും ഒക്കെ അവരവർക്ക് പറ്റുമ്പോൾ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ IFPHന്റെ അക്കൗണ്ടിൽ ഇട്ട് സഹായിക്കണം എന്ന് മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിലെ IFPH കൊല്ലം അതിലൊക്കെ നമ്മുടെ ബ്രോഷറിനോടൊപ്പം നമ്മുടെ പ്രോഗ്രാം അനൗൺസ്മെന്റിനോടൊപ്പം വരാറുണ്ട്. അപ്പം അത് ദയവായി നമ്മളെ പാർട്ടിസിപ്പൻസ് ഒന്ന് സഹകരിക്കണം. നമ്മുടെ ഈ IFPHന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഗംഭീരമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ നിലവിലെ സാഹചര്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. IFPH നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഇപ്പം ഷൈല ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അതിലുപരി ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് പുതിയ പുതിയ ഗവൺമെന്റ് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രതിരോധ വാക്സിൻ, ഇപ്പൊ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്ന വാക്സിനുകളൊന്നും അല്ലാതെ അടുത്ത സെക്ഷൻ വാക്സിനുകൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചന നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓർഡർ ഇറക്കി, വിദ്യാഭ്യാസ വകുപ്പിന് ഓർഡർ ഇറക്കിക്കൊണ്ടിരുന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഗുണമാണോ ദോഷമാണോ എന്ന് അറിയാതെ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ അനുമതി കൊടുക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ തീരുമാനങ്ങൾ എല്ലാവർക്കും ഗുണകരമാകണം. അത് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ പറയുന്നതല്ല, പൊതുജന നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് ജനുവരി 12-ന് സ്കൂളുകളിൽ നടപ്പാക്കുന്നു. സംബന്ധിച്ച് അത് ജനുവരി 12 ഓൾറെഡി അത് കഴിഞ്ഞു. പിന്നെ അത് പറയുന്നത് ഇതാണ്: സൂചനകൾ പ്രകാരം കേരളത്തിലെ 2 ജില്ലകളെ കോഴിക്കോട്, മലപ്പുറം എന്നിവ AES അക്യൂട്ട് എൻസഫലൈറ്റിസ് സിൻഡ്രോം നിരീക്ഷണ ഡാറ്റ അടിസ്ഥാനമാക്കി ജാപ്പാനീസ് എൻസഫലൈറ്റ് എൻഡമിക് ജില്ലകളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പതിവ് രോഗപ്രതിരോധം പ്രോഗ്രാമിനു കീഴിൽ വാക്സിൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് 1 മുതൽ 15 വയസ്സുവരെയുള്ള പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിനായി ഈ 2 ജില്ലകളിലെയും ഒരു വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ സൂചന പ്രകാരം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ നടപ്പാക്കുന്നതിന് കേരള സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഉത്തരവ്. അപ്പം അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന വേറൊരു കാര്യം, ജനുവരി 12 തിങ്കളാഴ്ച മുതൽ പ്രസ്തുത ജില്ലകളിൽ ക്യാമ്പയിൻ
ആരോഗ്യവകുപ്പ് പദ്ധതിയിട്ടുണ്ട്. തീവ്രമായ ക്യാമ്പയിൻ 3 ആഴ്ചയും അതിൻ്റെ മോപ്പ് അപ്പ് തുടർന്നുള്ള 3 ആഴ്ചകൾ കൂടി തുടർന്ന് ഗുണഭോക്താക്കൾ 1 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളായിരിക്കും. 1-ാം ജന്മദിനം കഴിഞ്ഞ് പക്ഷെ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഈ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ജില്ലാ ഉപരിതല ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ, അധ്യാപകർ, അനധ്യാപക ജീവനക്കാർ എന്നിവർ സ്കൂളുകളിൽ MSP, PTA ഉൾപ്പെടുത്തിയുള്ളവർ വാക്സിനേഷൻ ക്യാമ്പുകളുടെ സുഗമമായ നടത്തിപ്പിലേക്ക് സജീവമായി പങ്കെടുക്കേണ്ടതാണ്. കൂടാതെ മീറ്റിങ്ങുകൾ, വിദ്യാർത്ഥികളുടെ സമാഹരണം, സൈറ്റ് ക്രമീകരണങ്ങൾ എന്നിവ നടത്തുന്നതിനും JE ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സഹകരിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്കൂൾ പ്രഥമ അധ്യാപകർക്ക് നൽകുന്നതിലേക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരെ ഇതിനാൽ ചുമതലപ്പെടുത്തുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഡോക്ടർ കയറിയിട്ടുണ്ട്. യെസ് കണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നമ്മൾ ഉടനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലൊക്കെ ചർച്ചകൾ നടത്താം. ഞാൻ സാറിനെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. എന്തായാലും നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. സാറെ ക്ലാസ് തുടങ്ങാം. പരിചയപ്പെടുത്തിയത് സാറ് നമുക്ക് ഇന്ന് മാഗ്നറ്റിൽ നിന്ന് എടുക്കുന്ന മരുന്നുകളെ കുറിച്ചും അതിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റിനെ കുറിച്ചുമാണ് സാറിന് എടുക്കുന്ന വിഷയം. അത് ഒരു ക്ലാസ് കഴിഞ്ഞു, ഇന്ന് 2ാം ഭാഗമാണ്. സാറ് ഒത്തിരി വേദികളിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. നമുക്ക് ഒട്ടനവധി ക്ലാസ്സുകൾ സാർ ഇതിനകം എടുത്തിട്ടുണ്ട്. സാറ് ആലപ്പുഴ ജില്ലയിൽ കലവൂരിൽ SN ഹോമിയോ ക്ലിനിക്ക് നടത്തി വരുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സാറിനെ വളരെ ആദരപുരസ്സരം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാറിന് ക്ലാസ് തുടങ്ങും. ശരിയായോ? ഓ ശരിയായി. പണിക്കരെ ശരിയായല്ലോ സാറേ? ശരിയായി. ഇതിനൊക്കെ സമയം കണ്ടെത്തി പഠിക്കണമെന്നാണ് എന്റെ മിസ്സസിന്റെ ഉപദേശം. അതെ. സാറിന്റെ ശിഷ്യനാണെന്ന് തോന്നുന്നല്ലേ സേട്ട് സാറിന്റെ? സാറിന്റെ ഗുരുവാ. അത് ശരി. ഇപ്പൊ ഇതിൽ ആരാണ് അറിയില്ല, എന്റെ ഗുരുവാണെന്ന്. ആരാണ് ഗുരു, ആരാണ് ശിഷ്യനാണെന്നുള്ള സംശയത്തിലാണല്ലേ? സംഭവം വേറെ ഒരു കുഴപ്പമുണ്ട് സാർ. ഷെയർ അടിക്കണം അല്ലേ? ആയിക്കോട്ടെ. പറഞ്ഞു തുടങ്ങിയോ? അല്ല, മാഗ്നറ്റിക് സ്ക്രീൻ ഷെയറിങ് എന്തോ നമ്മള് റേഞ്ച് കുറവുണ്ട്. അതാണ് സ്ക്രീൻ ഷെയർ കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടിയില്ലേ? മാഗ്നറ്റ് പോളസ് സ്ക്രീൻ ഷെയർ വന്നില്ലേ? വന്നു. അതെ, ആർട്ടിക്കസ്. നമ്മുടെ 3 മെഡിസിനിലെ 2ാമത്തെ മെഡിസിനാണ് മാഗ്നറ്റിക് പോളസ് ആർട്ടിക്കസ്. ചാർജ്ഡ് വിത്ത് നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് യൂസ്ഡ് ഇൻ ട്രൈച്ചുറേഷൻ. ട്രൈച്ചുറലില് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ പൊട്ടൻസി ആക്കുകയാണ് അതിന്റെ പരിപാടി. അപ്പൊ നമ്മള് മൊത്തത്തിൽ ഈ മാഗ്നറ്റിക് മെഡിസിനെ പറ്റി ഒരു അസസ്മെന്റ് നടത്തുവാണെങ്കിൽ ഇത് ഫൈബ്രസ് ടിഷ്യൂലും നെർവസ് ടിഷ്യൂലും ബ്രെയിനിലുമാണ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ പോളിക്രസ്റ്റ് പോലുള്ള മെഡിസിൻസുകൾ ഉപയോഗിച്ചിട്ട് ബെറ്റർ റിസൾട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു മിനിമം ഡോസ് മന്ത്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി വൺസോ ഒക്കെ കൊടുത്ത് 30-03 ഒക്കെ പൊട്ടൻസ് നമ്മൾ കൊടുത്താൽ കുറച്ചുകൂടെ നമ്മുടെ പ്രോഗ്രസ് ഗുണകരമായിട്ട് കൺവേർട്ട് ചെയ്തതായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഒരു ഡയറക്റ്റ് അമിനോറിയ വരുന്നത് ഒരു ചൈൽഡ്ഹുഡ് അമിനോറിയക്ക് ഇത് പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അഡൽട്ട്ഹുഡ് അമിനോറിയയിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്നത് മെന്റൽ സ്ട്രെസ് ഓർ ഫിസിക്കൽ സ്ട്രെസ് ഓർ എക്സ്പോഷർ ടു എനി മാഗ്നറ്റിക്. ഇപ്പൊ ഓവർ യൂസ് ചെയ്യുന്ന കുട്ടികളില് ഈ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഫോണൊക്കെ ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യുന്നവരിൽ വരുന്ന
അമിനോറിയ ഒരു 6 മന്തിൽ പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൾസാറ്റിലേക്ക് കൊടുത്തതിനേക്കാൾ വളരെ ഒരു എഫക്റ്റീവ് ഇതിന്റെ ആർട്ടിക്കസിന് നമ്മൾ കിട്ടുന്നു. ഒരു ഡോസ് കൊടുത്തിട്ട് നമ്മൾ ഒരാഴ്ച പേല് കൊടുത്താൽ വളരെ കറക്റ്റ് ആയിട്ട് മെൻസസ് വരും. അത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ 3 months കൊടുത്താൽ ആ പ്രോബ്ലം ഓ, സാർ ഔട്ടായി പോയാ? എന്തോ റേഞ്ച് കുറവുകൊണ്ട് ഔട്ടായി പോയല്ലോ സാറ്. പിന്നെയും ജോലിയായില്ല. സാർ ഔട്ടായി എന്നെ പോയോ ഇത് സാറ്? പഠിപ്പിക്കാനുള്ള ഒരു കാര്യം ഡോക്ടർ. കേക്കാലോ സാറേ, കേക്കാം. ഇപ്പൊ പക്ഷെ കിട്ടിയോ? സാറിനെ ഇപ്പൊ കാണുന്നില്ല. ശരിയായോ? എന്നെ ഞാൻ എനിക്ക് കാണാം. ഇപ്പൊ കാണാം. സ്ക്രീൻ ഷെയറിങ് പോയെന്നേ ഉള്ളൂ. തിരിച്ചു വരാം. എന്തൊക്കെ കുഴപ്പമുണ്ട്. റേഞ്ച് ഇല്ലേ? പ്രശ്നമുണ്ട്. ശരിയായോ? റേഞ്ച് ശരിയായി. വീഡിയോ കാണാം. കേക്കാവോ? അല്ല, കേക്കാം. കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. പറഞ്ഞോളൂ. ശരി ശരി. എന്റെ ഇന്റർനെറ്റ് സ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ്. ഇൻഗുനൽ ഹെർണിയയ്ക്ക് പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സയൻസ് അല്ലേ? ഇൻഗുനൽ ഹെർണിയ അഡolescence-ലും ഏജിലും ഇൻഗുനൽ ഹെർണിയ സബ്സൈഡ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേദനയോ ആംഗുലേഷനോ പ്രിവെന്റ് ചെയ്യാന് സത്യത്തിൽ പറഞ്ഞാൽ അഡolescence-ലും ഏജിലും എനിക്ക് സാധിച്ചിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും പകരമായ ഒരു അപ്രോച്ച് നമുക്ക് പറ്റുമോ സാറേ? പറ്റില്ല. പെയിൻ കൺട്രോൾ ചെയ്യാം. സാറ് കേട്ടില്ല. പെയിൻ കേക്കാവോ? കൺട്രോൾ കേൾക്കാമല്ലോ ചെയ്യാം. അല്ലേ? ഗ്യാസ്ട്രിക് എഫോർട്സിനെ കുറക്കാം. അതെ, അത്രേ ഉള്ളൂ. അതെ 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 അതെ. ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഈ മാഗ്നറ്റസ് പോളസ് കൊടുക്കുമ്പം കുറച്ചുകൂടെ ഒരു റിക്കറൻസി ഓഫ് എന്ന് പറഞ്ഞാല് അവിടുത്തെ മസ്കുലേച്ചറിന് ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അത് വെയിറ്റ് ചെയ്തിട്ട് പേശിക്കുന്നില്ല. 3 മാസമോ 6 മാസമോ ഒക്കെ ചിലപ്പോൾ നമ്മള് മാഗ്നറ്റിക് ആർട്ടിക്കസിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ചെയ്തിട്ട് ഒരു ഹെർണിയേഷൻ പ്രോസസ് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചേനെ. പക്ഷേ അത്രയും പേഷ്യൻസ് നമുക്ക് റിലീഫ് ഇല്ലാത്തതുകൊണ്ട് നിൽക്കത്തില്ല. നമ്മൾ നിർത്തി അങ്ങനെ കാശ് മേടിക്കാനും ഒരു ഒരുക്കമില്ലാത്തത് കൊണ്ട് നമ്മളിതൊക്കെ വെയിറ്റ് ചെയ്യും. 3 മാസം വരാൻ പലരും വന്നിട്ടില്ല. അതാണ്. പിന്നെ സോമനാംബുലിസത്തില് നമ്മൾ സാധാരണ എന്റെ അനുഭവം ഞാൻ പറയുന്നത്, ഈ മാഗ്നറ്റിക് ആർട്ടിക്കസില് സൈലീഷ്യയില് വരുന്ന ഫെയിലുവറില് മാഗ്നറ്റിക് ആർട്ടിക്കസ് 30 ഒരു ഡോസ് ഇന്റർ കറന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഒത്തിരി മറക്കുലാർ ചേഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സൈലീഷ്യയില് സോമനാംബുലിസത്തിന്റെ ഒരു മെയിൻ മെഡിസിൻ ആണല്ലോ അത്. അതില് വളരെ സിവിയർ ആയിട്ടുള്ള സോമനാംബുലിസം രാത്രി എഴുന്നേറ്റ് 12 വയസ്സുള്ള കുട്ടി പുറത്ത് പൊളിച്ചു കൊണ്ടുവന്ന് അവരുടെ തുകർത്ത് ഫ്രണ്ടില് അയലിട്ടിട്ട് തിരിച്ചു വന്ന് കിടക്കും. ഇത്രയും സിവിയർ ആയിട്ട് എന്നിട്ട് അറിയുന്നത് രാവിലെ ചോദിച്ചറിയാൻ പറ്റത്തില്ല. സോ എലീഷ്യ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ് ഉണ്ട്, പോസ്റ്റ്പോണ്ടിങ് ഉണ്ട്, മെന്റൽ എക്സേഷൻ അവേർഷൻ ഉണ്ട്, നേച്ചർ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ സൈലീഷ്യ കൊടുത്തിട്ട് വലിയ ഒരു ഗുണം, അതിന്റെ ഒരു പീരീഡ് ഓഫ് റിക്കറൻസ് കുറഞ്ഞെന്നല്ലാതെ വളരെ വിസിബിളായിട്ടുള്ള ഒരു ഗുണം കിട്ടിയില്ല. ഇത് അതില് ഈ ആർട്ടിക്കസ് 30 നമ്മൾ കൊടുത്തിട്ട് ഒരു 1.5 മാസം വരാതിരുന്നു. പിന്നെ നമ്മൾ 200 കൊടുത്ത് 1 കൊടുത്തതോടുകൂടി ആ പ്രശ്നം തീർന്ന് പിന്നെ സൈലീഷ്യ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഒരു 6 month കൊണ്ട് സോമനാംബുലിസം നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല കൊച്ചിനെ ആയുർവേദത്തില് അഡ്മിഷനും കിട്ടി. അത്രയും മടിയനായിരുന്നു. അപ്പൊ സൈലീഷ്യയുടെ ഒരു ലൈസൻസ് ഒക്കെ ശരിക്കും മെന്റൽ ലെവലില് ഒത്തിരി അഡിക്ഷൻ ഓഫ് ഫോൺ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ ഗുണം കിട്ടിയ ഒരു കാര്യമാണ്. പിന്നെ then സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. എൻ്റെ ഒരു അനുഭവം, ഒരു മുകളിൽ നിന്ന് മച്ചിന്റെ പുറത്ത് നിന്ന് തലയും കുത്തി താഴെ വീണിട്ട് ബ്രെയിൻ കൺഡ്യൂഷനിൽ കൂടുതൽ കൺകഷൻ ഉണ്ടാകുകയും നെക്കില് റിജിഡിറ്റി വരികയും
സ്പൈനൽ കോഡ് ജാമാകുകയും ചെയ്ത ഒരു കേസിൽ ഓപ്പറേഷൻ ചെയ്തിട്ടും ഗുണം കിട്ടത്തില്ലെന്ന് അമൃതയില് ന്യൂറോ സർജൻ പറഞ്ഞ കേസ് നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഹോമിയോപ്പതി തിരക്കി വന്നതാ. അപ്പൊ ഞാനത് കേസ് എടുത്തിട്ട് ഞാൻ കൊടുത്തത് സിക്കുട്ടാവെറോസ 0.3 4 ടൈംസ് ഡെയിലി സ്ട്രെച്ചിനും 3x വളരെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തു. അയാൾക്ക് ഒരു 2-3 മാസമായപ്പോ ജോലിക്ക് പോകാൻ തുടങ്ങി. അയാൾ ഈ പപ്പടം ഉണ്ടാക്കി വിൽക്കുന്ന ആളാ. അപ്പൊ സ്ട്രെയിനേഴ്സ് ആയിട്ടുള്ള ജോലിയാണ്. പക്ഷെ അയാൾക്ക് വന്ന പ്രശ്നം സ്റ്റിഫ്നെസ് ഓഫ് നെക്ക് വന്നു. ഭയങ്കരമായിട്ട് സ്റ്റിഫ്നെസ് നെക്ക് വന്ന് ഫ്രീ മൂവ്മെന്റ് ഇല്ലാതായി പോയി. കുറച്ചു നേരം ജോലി ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടായിട്ട് മൂവ്മെന്റ് അറസ്റ്റ് ചെയ്തു. ഞാൻ അതിന് ഗൊയാക്കം 6 ട്രൈ ചെയ്തു, ഗുണം കിട്ടിയില്ല. അവസാനം ഞാൻ ഈ മാഗ്നറ്റസ് പോളസ് ആർട്ടിക്കസ് കൊടുത്തപ്പോൾ വളരെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തു. സിക്കൂട്ടാവെറോസ സ്ട്രെച്ചിനെയും കൺകഷൻ ഓഫ് ബ്രെയിൻ നാട്രൻ സെൽഫ് അത്രയും മെഡിസിനകത്ത് ആൻഡ് ഓൾമോസ്റ്റ് ഒരു 90-95% ക്യൂർ ആയിട്ട് അയാൾ ഇപ്പൊ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കോംപ്ലിമെന്ററി അല്ലെങ്കിൽ പിന്നെ ഫോളോ മെഡിസിനിൽ ഇത് ആക്ഷൻ വളരെ നല്ലപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെർവിക്കൽ സ്പോണ്ടൈലോസിസിൽ എനിക്ക് വേറെ അനുഭവം ഉള്ളത്, ഞാനത് ഫാഗോപയറിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഇത് പറയുന്നുണ്ട്. ഗോർക്കിലല്ല, റഡാറിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് സ്കിൻ ലീഷൻസും ഉണ്ട്. സോറിയാറ്റിക് ആർത്രൈറ്റിസിന്റെ ഇടപെടീൽസ് ആയിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സ്പോണ്ടൈലോസിസ് വന്ന് കഴിഞ്ഞ കേസസിൽ മാഗ്നറ്റസ് പോളസ് ആർട്ടിക്കസ് വളരെയേറെ ഗുണം കിട്ടിയിട്ടുണ്ട്. എക്സോതാൽമസിൽ ലൈക്കപ്പോസ് വെർജിനിക്കായും എബിഡ്രായും കൊടുത്ത അതിന്റെ കൂടെ ഞാൻ ട്യൂബർകുലിനും ബെൽഡോണ 3x വന്നു. നമുക്ക് T3 T4 മാർക്ക് ഡിഡക്ഷൻ വന്നു. അതിൻ്റെ ഇടയ്ക്ക് കാഴ്സിനോസിനും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ചിലപ്പോൾ സ്ട്രമോണിയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ എക്സോതാൽമസ്, ആ കണ്ണിന്റെ പ്രൊജക്ഷൻ കുറഞ്ഞത് മാഗ്നറ്റസ് പോളസ് 0.3 തൊട്ട് ഒരു 3-3.5 മാസം ഞാൻ 0.4 6 200 എത്തിയപ്പം കംപ്ലീറ്റ് നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റി. ഒരു വളരെ നല്ലൊരു കേസാണ്. കാര്യം അത് ഒത്തിരി എൻഡോക്രൈനോളജിസ്റ്റുകള് ദോഷകരമായിട്ട് ഭവിക്കും, RCC പോവാനൊക്കെ പറഞ്ഞതാണ്. അവരൊരു ഒരു ഓപ്ഷനായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അവരെൻ്റെ അടുത്ത് നിന്നത് ഞാൻ ആദ്യം ഈ T3 T4 ഭയങ്കരമായിട്ടുള്ള ഇൻക്രീസിങ് ടെൻഡൻസി എനിക്ക് ആ മെഡിസിൻ കൊണ്ട് കുറക്കാൻ പറ്റി. അതുവഴി അവര് എക്സോതാൽമസിന്റെ എൻ്റെ അടുത്ത് നിന്നു. വളരെ നല്ലതായി. ഇപ്പൊ ആ കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു. ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. ദെൻ ആസ്മയില് മാഗ്നറ്റസ് പോളസിന്റെ ആസ്മ നമ്മൾ കാണുന്നത് ഫുൾ മൂൺ ന്യൂമോണിക് അഗ്രവേഷൻ, മൂൺ എഫക്റ്റിലുള്ള അഗ്രവേഷൻ കൂടുതൽ ഇപ്പൊ ടീനേജുള്ള പിള്ളേരിൽ കൂടുതൽ ഈ മാഗ്നറ്റിക് നമ്മുടെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചരിത്രം വെച്ചിട്ട് നമ്മൾ സാധാരണഗതി സൈലീഷ്യ കാൽക്കേക്കാർക്കൊക്കെയാണ് ഈ മൂൺ ഫേസിൽ കൊടുക്കുന്നത്. നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. പലർക്കും അത് പകരമല്ലാതെ വരുന്ന അവസരത്തിൽ ഇപ്പം നമ്മൾ ലൂണ കൊടുക്കാറുണ്ട്. പക്ഷെ ലൂണായും അതിജീവിക്കുന്ന കേസസിൽ പോളസ് ആർട്ടിക്കസ് വളരെ നല്ലപോലെ ഗുണം കിട്ടുന്നുണ്ട്. ടൂത്തേക്ക്, ഇവരുടെ ഒരു ടൂത്തേക്കിന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിസാക്കിയ ഇങ്ങനെ പുറത്ത് കോൾഡ് വാട്ടർ അകത്തോട്ട് വായു വലിക്കുമ്പോൾ അവർക്ക് റിലീഫാണ്. ഇത് അതുപോലെ തന്നെ ചൂടുവെള്ളം വായി കൊണ്ടിട്ട് ചൂടുള്ള വായു ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ റിലീഫ് ഉണ്ടെന്നാണ് ഒരു ചെറിയ കമ്പാരിസൺ. അതിന് നമുക്ക് അനുഭവങ്ങളൊന്നുമില്ല, പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആസ്മ പറഞ്ഞില്ലേ, ആസ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? കൽക്കരി കാർബ് സൈലീഷ്യ ന്യൂമോൺ, കൽക്കരി ഫുൾ മോൺ. ആർണിയക്ക് ഒരു പ്രത്യേകത എന്നറിയോ? ആർണിയക്ക് പ്രത്യേകിച്ചാല് ആർണിയക്ക് ആസ്മ തുടങ്ങിയാല് ഫസ്റ്റ് ഡേ കുറച്ച് ആസ്മ ഉണ്ടാവും, സെക്കൻഡ് ഡേ കുറച്ചും കൂടെ കൂടും, ഫുൾ മോൺ ആകുമ്പോൾ മാക്സിമം കൂടുതൽ.
മാക്സിമം കൂടി 2 ദിവസം ആ കൂട്ടി നിൽക്കുക, ഒരു ദിവസം നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിക്ലൈൻ ചെയ്യും. ഡിക്ലൈൻ ചെയ്ത് വീണ്ടും ന്യൂമോൺ വരുമ്പോഴത്തേക്കും അത് കുറയും. അങ്ങനത്തെ ഒരു ആക്ഷൻ എനിക്ക് 2 കേസിൽ കിട്ടിയിട്ടുണ്ട്. എറൗണ്ട് റൈറ്റ് ഓഫ് ആർണിക്ക ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? ആർണിക്ക എറൗണ്ട് റൈറ്റ് ഓഫ് സാർ ഏതോ ഒരു ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. സാറേ ഈ ആർണിക്ക അതെ കാര്യം ഞാൻ വായിച്ചിട്ടുള്ള ഞാൻ അതിനു വേണ്ടിയിട്ട് കുറെ ശ്രമം നടത്തിയിട്ടുള്ള ആളാ. ഈ അവസാനം ഈ മാഗ്നറ്റിസിൽ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മള് പണ്ടൊക്കെ അല്ലേ നമ്മുടെ ചൈൽഡ്ഹുഡിലെ ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മൾ സൈലീഷ്യ കൊടുത്താൽ കൽക്കരയെ കൊടുത്താൽ പിന്നെ വരുന്നില്ലായിരുന്നു. ഇപ്പൊ വേറെ വഴിയൊന്നും ഇല്ലാതെ നമ്മുടെ അടുത്ത് ഇനി ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഹോമിയോപ്പതി വരുന്നവർ നിന്ന് തരും. ഇപ്പൊ നമ്മൾ കുറെ കൂടെ പഠിക്കേണ്ടിയിരിക്കുന്ന അവസരത്തിൽ ആർണിക്കയുടെ ഒരു പുതിയ അനുഭവം സാറേ, അത് നല്ലൊരു കാര്യമാണ്. സാറിന് ഈ ആർട്ടിക്കൽസിൽ എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ സാറേ? വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. 1-2 കേസ് എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അല്ല ഇത് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് പറയാനുള്ളത് ആസ്മ കേസ് ഒരു ക്യൂറായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. സൈലിഷ 200 അല്ലെ 1000 കൊടുത്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോളസ് ആർട്ടിക്കൽസ് കൊടുക്കുക. ദാറ്റ് ഇമ്പോർട്ടൻസി ഡെയിലി കുറച്ചുകൂടെ നല്ല ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടും അല്ലേ? അതെ അതെ. സൈലിഷ കൊടുക്കണം ആദ്യം. സൈലിഷ കൊടുത്തില്ലേ ആക്ഷൻ ഇല്ല. സൈലിഷോട്ട് വളരെ ബന്ധമുണ്ട് ഇതിന്. അല്ലെ ഫോളോ അപ്പില് ഫസ്റ്റ് ഡ്രഗ് സൈലിഷ ബന്ധമുണ്ട്. അതെ ഡിസൈർ ടു ബി മാഗ്നറ്റൈസ്ഡ് സൈലീഷ്യയുടെ ഒരു വലിയ ക്ലൂ അല്ലേ? അതെ അതെ. അപ്പം ഗുണകരമാവും. Gold don't bleed as fresh. അതെ സാർ. Boils of various parts of body continues working follow. നിങ്ങളെ മലയാളി കൊടുത്ത് ഞാൻ ആലപ്പുഴയോടൊപ്പം വന്നിട്ടുണ്ട്. ഒരു ലേഡി കാല് കിഴക്കലാണ്. രാത്രിയാകുമ്പോൾ ഭർത്താവിന് പണിയാ. ഇവിടെ കത്തി ഉറക്കം തള്ളിക്കൊണ്ടേയിരിക്കണം. എനിക്ക് ഒന്നിങ്ങനെ കംപ്ലൈന്റ് സാറേ ഞാൻ മടുത്തു ഇവിടെ കൊണ്ട്. ഇപ്പൊ അതിന്റെ എന്ത് വന്നു പറയാ ഞാൻ ഇനിയും വെച്ചോണ്ടിരിക്കണോ സാറേ? ഞാൻ സാരമില്ല, ഞാൻ മരുന്ന് തരാം, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോസ്ഫറസ് അല്ല ഫോസ്ഫറസാ. ഫോസ്ഫറസ് 15 കൊടുത്തു. 15 കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ നിന്നോളൂ. പിന്നെ അതെ മാഗ്നറ്റൈസിങ് ഉപേക്ഷിക്കേണ്ടി വന്നില്ല. അതെ ഡിസൈർ ടു ബി മാഗ്നറ്റൈസ്ഡ്. അതെ അപ്പൊ നമ്മൾ കേസ് എടുക്കുമ്പോ ഈ തടവ് ഏത് ടൈപ്പ് ആണെന്ന് പഠിക്കണം അല്ലേ? അതെ മാഗ്നറ്റൈസ് പറയുമ്പോൾ അത് വളരെ അമർത്തി തടയാൻ പാടില്ല, മൃദുവായിട്ടേ പോകാവൂ. അതുപോലെ ഒരു കുടവണ്ടിക്കാരനുണ്ടായിരുന്നു ഒരാള്, ഭയങ്കര വയറുള്ള ആള്. അയാൾ എപ്പം നോക്കിയാലും വയറ് തള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ടെബാക്കറ്റിന് സിമെന്റ് ആയിരുന്നു. ടെബാക്കറ്റിന് ആക്ടിങ് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഞാൻ ഇത് കൊടുത്ത് സരീഷ കൊടുത്ത് കഴിഞ്ഞപ്പോൾ മാറ്റം ഉണ്ടായി. പോഡോപൈലത്തിനില്ലേ സാർ അങ്ങനെ? പോഡോപൈലുണ്ട്. പോഡോപൈലം ലിവർ ഡിസീസിൽ അങ്ങനെ ഒരു തടവലുണ്ടല്ലോ. ലിവർ ഡിസീസിന്റെ എന്തായാലും തടവാണ് പോഡോപൈലം. അതെ എന്റെ ഫീവർ വലിയ കാര്യമായിട്ടില്ല, എന്നാലും പറഞ്ഞു. Snoring, talking in sleep, choosing about loud snoring ആണ്. പിന്നെ സോംനാംബുലിസത്തിന്റെ കാര്യം പറഞ്ഞ ടോക്കിംഗ് ഇൻ സ്ലീപ്പ്, ചോസിങ് അബൌട്ട്, എഴുന്നേറ്റ് ചുറ്റാക്കും, ചുറ്റിയിരിക്കും, വേക്കപ്പ് ഇൻ 3 AM and sleep in the morning with one hand below the occiput and other abdomen. അതൊരു സിംറ്റം ആണ് ഇതിന്റെ. ഒരു കൈ ഓക്സിപിറ്റിൽ പൊക്കിയും വെക്കും, ഒരു കൈ താഴോട്ട് വയറിലും വെക്കും, ഒരു പ്രത്യേക പൊസിഷൻ. 2 കൈയും വെക്കുന്നത് പൾസാറിലല്ലേ? 2 കൈയും മുകളിൽ വെച്ചിട്ട് 2 കൈയും കാലും പൊക്കി വെക്കുന്നത് കാഴ്സിനോസ് അല്ലേ? അങ്ങനെയല്ലേ? തടയിക്കൊണ്ടിരിക്കും സ്വന്തമായിട്ട്. കാരണം ഭാര്യ തടയിലാണെങ്കിൽ മടുത്ത് കാണും.
പിന്നെ സ്വന്തമായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ, അതേതാ? തലയും കൊണ്ടിരിക്കും. അതും ഫോസ്ഫറസാ. അതെ 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 അതെ. ഫോസ്ഫറസിന് ഭയങ്കര ആക്ഷൻ കേട്ടോ അതിന്. ഫോസ്ഫറസിന് ഓക്കെ സർ, ഓക്കെ. ഇപ്പം ഇതിന് ഈ നമ്മള് ബെറാറ്റാമറൊക്കെ കൊടുത്തിട്ട് ഗുണകരമാകാത്ത കേസസിൽ സോമനാമിലസ് ഹിസ്റ്ററി സൈലീഷയുടെ നല്ലൊരു ഫോളോവർ മെഡിസിൻ ആണ് മാഗ്നറ്റസ്. ഫോസ്ഫറസിന്റെ നല്ലൊരു ഫോളോ അപ്പ് ആണ്. അപ്പൊ അതിലൊക്കെ വരുന്ന വളരെ കാഠിന്യം, രാത്രി എഴുന്നേറ്റ് 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുത്തിയിരിക്കുക, ഈ പൊസിഷനും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലപോലെ മാഗ്നസ് പോളസ് സിംഗിൾ മെഡിസിൻ നിൽക്കാൻ പറ്റും. ഹാഫ് ഓപ്പൺ ഡൈ വിത്ത് മട്ടറിങ് ആൻഡ് സ്നോറിങ് രസകരമായിട്ടുള്ള ഒരു സ്ലീപ്പാണ്. സോമനാംബുലിസത്തിന്റെ അതെ അതെ, എപ്പിലെപ്സിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത് കിട്ടില്ല, മട്ടറിങ് സ്നോറിങ് ഹാഫ് ഓപ്പൺ ഡൈ. ഏതോ സിനിമയില് ഹോസ്പിറ്റലായിട്ട് കൊടുത്തിട്ട് പേരാണ്, ബഹദൂറിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന തടിയുണ്ടല്ലോ, സിനിമ താമസക്കാരൻ. അടൂർവാസി. അല്ല ഞങ്ങൾക്ക് തടിയുള്ള അല്ലല്ല, അടൂർവാസി അല്ല. അടൂർവാസിയുടെ ഒരു സ്നോറിംഗ് തീം കാണുന്നുണ്ട് സിനിമത്തിൽ. എന്നും ഓർക്കുന്നതാണ്. മ്യൂസിക്കായിട്ടാണ് സ്നോറിംഗ് ചെയ്യാം. കളിക്കാരെ ആഡായിട്ട് വേണമെന്നുണ്ട്. ഇപ്പം ചില ശ്രമിച്ചുകൊണ്ട് അമറസ് ഡ്രീംസ് ഓഫ് എമിഷൻ വിതൗട്ട് ആക്ച്വൽ മ്യൂസിക്കൽ സ്നോറിംഗ്. jerking of body in Amara's dreams of emission without actual emission. അപ്പൊ ഡ്രീംസ് ഓഫ് എമിഷനേ ഉള്ളൂ, ആക്ച്വലി ഉണ്ടാകത്തില്ല. അപ്പൊ അത് വേറെ ഏതെങ്കിലും മെഡിസിന്റെ കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിന്റെ കൂടെ കിട്ടുവാണെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാം. പിന്നെ ജെർക്കിംഗ് ഓഫ് ബോഡി ഇൻ സ്ലീപ്പ്, in daytime or during only on sleep. Back lumbosacral pain in morning, lying on side, stooping long time, aggravation, shock or jerk like pain with arrestage of breathing with twitching in something alive, burning pain in heels, cold damp weather, aggravation. But jerk like pain with arrest, ബ്രീത്ത് അറസ്റ്റ്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഉളുക്കുക, നടു ഉളുക്കുക. നടുക്കില് നമ്മള് സാധാരണ നേരത്തെയും കൊടുക്കുന്ന പോലെ റെസ്റ്റോക്സ് കഴിഞ്ഞിട്ട്, ഞാൻ റെസ്റ്റോക്സ് കൊടുത്തിട്ട് ഗുണം കിട്ടാതിരുന്ന ഒരു കേസിൽ നമ്മൾ കുറെ കാലം റെഫർ ചെയ്ത് കഴിഞ്ഞപ്പം റെസ്റ്റോക്സിന്റെ ആ ചില്ലിനെസ് ഉണ്ട്, ഫസ്റ്റ് മൊമെന്റ് സെക്കൻഡ് മൊമെന്റ് എല്ലാം നമുക്ക് കിട്ടി. അയാളുടെ നാക്ക് പോലും റെസ്റ്റോക്സ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഗുണം കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഈ നടുവെട്ടലിന് സാധാരണ ആളുകൾ പോയി അലോപ്പതി ഇഞ്ചക്ഷൻ എടുക്കുക. അതിനൊരു വഴി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ എനിക്ക് കിട്ടിയത് അറേണിയ ലോക്സോബോ എന്ന് പറയുന്ന റെയർ മെഡിസിൻ. അതിനകത്ത് പറയുന്നത് ശരിക്കും ഈ ഷോക്കി പെയിൻ വിച്ച് കനോട്ട് മൂവ് എ സെക്കൻഡ്, അതിന്റെ ടെണ്ണം പൊട്ടൻസി ഭയങ്കര എഫക്റ്റാ സാറേ, ഭയങ്കര എഫക്റ്റ് ആണ്. ഞാനത് കൊടുക്കാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അതുപോലെ ചിന്തിക്കാവുന്നതാണ് ഇത് ഷോക്ക് ഓഫ് ജെർക്ക് ലൈക്ക് പെയിൻ പോലും പറ്റാതെ ഇന്ന് പോകുന്ന പറയും. ആസ്മ കപ്പ് വിത്ത് ഷോക്കിംഗ് ചെസ്റ്റ് ഇമോസ്റ്റൈസിസ്. അപ്പൊ കപ്പ് വിത്ത് ഇമോസ്റ്റൈസിസിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റൈസിങ് ഫോസ്ഫറസിന്റെ, അതെ അതെ, ഫോസ്ഫറസിന്റെ കോംപ്ലിമെന്ററി ആയിട്ട്, അല്ലെങ്കിൽ ഫോസ്ഫറസ് നമ്മുടെ വണ്ണം ഏതെങ്കിലും കേസിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഫോളോ അപ്പിൽ റിപ്പീറ്റ് ചെയ്ത ഫോളോ അപ്പിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കഴിഞ്ഞില്ലെങ്കിൽ വി ക്യാൻ ട്രൈ വിത്ത് എ സ്മോൾ ഡോസ് ഓഫ് മാഗ്നസ് ആർട്ടിക്കസ്. ആസ്മ ഡ്യൂ ടു മ്യൂക്കസ്. early walking in the morning, വാക്കിംഗ് ഇൻ ദ മോർണിംഗ് ഇഷ്ടമുണ്ടായിട്ടല്ല, രാവിലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ശ്വാസം മുട്ടലിന് കുറവ് കിട്ടും. Urinary cystitis with burning in echo bladder a few months after maturation. എനിക്ക് എന്റെ ഒരു അനുഭവം ഉണ്ടായത് ഒരു കൊണ്ട് ആസ്മ വന്നാലും നടക്കണം.
ആ ചെസ്റ്റ് പെയിൻ വന്നാലും ഹാർട്ട് പെയിൻ വന്നാലും നടക്കാം. ശർക്കുലിയൊക്കെ ഉണ്ട് ആ സിംറ്റം അല്ലേ? അതെ. നടക്കുമ്പോൾ റിലീഫ്. ആസ്മ വരുമ്പോൾ സിസ്റ്റൈറ്റിസ് വിത്ത് ബേണിംഗ് ഇൻ നെക്ക് ഓഫ് ബ്ലാഡർ. ഒരു പിന്നെ CA യൂറിനറി ബ്ലാഡറിൽ നമ്മൾ കൊടുക്കാവുന്ന സാധാരണയുള്ള ടെർബിന്തിന എപ്പിസ്മിലൊക്കെ കൊടുത്തിട്ട് മാറാതിരുന്ന ഒരു സിസ്റ്റൈറ്റിസ് കേസിൽ യൂറിൻ ഫോർ നോക്കുമ്പോൾ 60-70% പസും ഈ യൂറിനറി ബ്ലാഡറിന്റെ പീസസ് പോലെ അതിനകത്ത് കാസ്റ്റസും ഒഫൻസീവ്നെസ്സും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിന്റെ അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് തൂജയായിരുന്നു ഫണ്ടമെന്റലി. തൂജ കൊടുത്തോണ്ടിരിക്കെ തന്നെ തൂജ വണ്ണം, ഐ തിങ്ക് ടാരാക്സിക്കം, ഉവാവുർസി 3 മെഡിസിനാണ് നമ്മൾ കൊടുത്തിരുന്നത്. അയാൾക്ക് റെസിഡുവൽ യൂറിൻ ഉണ്ടായിരുന്നുകൊണ്ട് കൊപ്പാവിയായി നമ്മൾ കൊടുത്ത നല്ല റിസൾട്ടിൽ പോകെ വീണ്ടും ഈ പെയിൻ, യൂറിൻ പോയി കഴിഞ്ഞിട്ടുള്ള പെയിൻ മിനിറ്റ്സ് ആഫ്റ്റർ യൂറിനേഷൻ വന്നിട്ട് ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന നിലയ്ക്ക് ഞാൻ ഉവാവുർസി നിർത്തിയിട്ട് ബരാസ്മ കൊടുത്തായിരുന്നു. ബരാസ്മ കൊടുത്തപ്പോ പസൽസ് ഒക്കെ കുറഞ്ഞു. പക്ഷെ അതും ഇതിന്റെ 2 ഡോസ് കൊടുത്തപ്പോ കംപ്ലീറ്റ് ക്യൂർ കിട്ടി. പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ആന്റിബയോട്ടിക്സ്, യൂറിനറി ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നതിൽ കൂടുതൽ പസും കാസ്റ്റും എല്ലാം കുറഞ്ഞു. ആ ഒരു കോമ്പിനേഷനിൽ CA ബ്ലാഡറിൽ പോലും നമുക്ക് ഗുണം ഉപയോഗിക്കുന്ന മരുന്നാണ് ബാരോസ്മ. വളരെ എഫക്റ്റീവ് സാർ. പെയിൻ, want of sexual desire, aversion to sex, penis relaxed despite sexual excitement, erection without amorous thoughts. അപ്പൊ erection ഇല്ലാതുള്ള അമർവസ് തോട്ട് വിത്ത് ഇജാക്കുലേഷൻ എന്നുള്ള സ്വപ്നങ്ങള് ഓൾഡ് ഏജില് വാൺ-ഔട്ട് കേസസിലൊക്കെ ഇങ്ങനെ ഒരു സിംറ്റം കിട്ടിയാൽ വി ക്യാൻ നൊക്ടേണൽ എമിഷൻസ്, ബേണിംഗ് ഇൻ സ്പെർമാറ്റിക് വെസിക്കിൾസ് വിത്ത് എക്സൈസ് സെക്ഷൽ ഡിസയർ, പാരാഫൈമോസിസ് വിത്ത് റിഡക്ഷൻ ഓഫ് പ്രൊഡ്യൂസ് എൻറ്റയർലി ബിഹൈൻഡ് ദ കട്ട്. അപ്പൊ പാരാഫൈമോസിസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഈ ഗ്രൂപ്പ് ഓഫ് മെഡിസിന് ഭയങ്കര ഒരു ആക്ഷൻ ഉണ്ട്. അതിന്റെ സെക്ഷൽ സിംറ്റംസും ഇജാക്കുലേഷന്റെ സ്വപ്നവും ഒക്കെ കൂടെ കണക്ട് ചെയ്തിട്ടാണ് പാരാഫൈമോസിസ് ഓൾഡ് ഏജിൽ വരുന്നെങ്കിൽ ഇത് കിട്ടും. എനിക്ക് ആക്ച്വലി പാരാഫൈമോസിസ് കിട്ടിയിട്ടുണ്ട്. ഞാനത് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് മെഡിസിനാണ് കൊടുത്തിട്ട് ഗുണം കിട്ടിയിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഓൾഡ് ഏജിന്റെ ഒരു പതോളജി, ഒരു അവസ്ഥയുള്ളവരിൽ പാരാമൈസോസ് വിത്ത് റിട്രാക്ഷൻ ഓഫ് പ്രിവിസ് എൻറ്റയർലി ബിഹൈൻഡ് ദ ഗ്ലാൻസ്. അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു എക്സ്പോഷർ ടു മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിട്ടുള്ളവർക്കാണെങ്കിൽ പറ്റി ചിന്തിക്കാം. കോൺസ്റ്റിപ്പേഷൻ വിത്ത് റെസ്ട്രിക്ഷൻ, contract recta alternate with headache lasting for several days and hemorrhoids with severe pain in arm stool and burning in the end when sitting. Alternate condition with the constricted and contracted rectum with headache. Constipation with headache സംഗനേരയ്ക്ക് പറയുന്നുണ്ടല്ലോ അല്ലേ? ബ്രയോണിയ അല്ലേ? കൺജഷൻ ഉണ്ടാവുന്നതാണല്ലോ ഹെഡേക്ക് വരുന്നത്. പാലോസോപ്രട്ടീന, അലൂമിനയ്ക്ക് അതെ അതെ ഇച്ചിങ് ബിഹൈൻഡ് വിത്ത് സോഫ്റ്റ് സ്റ്റൂൾ, പ്രൊലാപ്സ് റെക്ടം. അപ്പൊ പ്രൊലാപ്സ് റെക്ടത്തില് ഇച്ചിങ്, ബ്ലൈൻഡ് ഇച്ചിങ് ഉള്ളത് കൊണ്ട് നമുക്ക് പയോണിയ, കൊളിൻസോണിയ, സൾഫർ അതിനെയൊക്കെ കൊടുത്തിട്ട് ബെറ്റർ ആക്ഷൻ ഇല്ലെങ്കിൽ ഡോസ് ഓഫ് ഇത് ആസ്ട്രക്കസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നു. വിതൗട്ട് ടേസ്റ്റ് ഈവൻ ഹംഗർനെസ്. ഇപ്പൊ 11 മണിയുടെ നമ്മുടെ സൾഫർ ഹംഗർനെസ് പോലെ ലൈക്കോപോഡിയത്തിന്റെ പോർട്രേറ്റ് പോലെ ലൈക്കോപോഡിയത്തിന്റെ കോംപ്ലിമെന്ററി ആയിട്ടോ അല്ലെങ്കിൽ ഹൈപ്പോകോഡിയ എഫക്ട് ചെയ്യാതെ വന്നാൽ നമുക്ക് ഈ മെഡിസിൻ ചിന്തിക്കാവുന്നു. പെർമനന്റ് ഡിസ്പെപ്സിയ വിത്ത് സ്മെൽ ഓഫ് സോഡസ്റ്റ്. പെർമനന്റ് ഡിസ്പെപ്സിയ വിത്ത് സ്മെൽ ഓഫ് സോഡസ്റ്റ്. ഇപ്പൊ ഒരു അർക്കപ്പൊടിയുടെ മണത്തോട് കൂടിയിട്ട് പെർമനന്റ് ആയിട്ട് ഡിസ്പെപ്സിയ ഒരു റെയർ പെക്യുലർ ചിഹ്നം ആണ്. വൺസ് ഇൻ എ വൈൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. എന്നാലും ഓർത്തിരുന്ന് ഇത് കിട്ടുവാണെങ്കിൽ ഇറ്റ് ബെറ്റർ ആയിരിക്കും. അഗ്രവേഷൻ, സ്റ്റോപ്പിംഗ്, ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ ഇൻ ദ ഡയഫ്രമാറ്റിക് റീജിയൻ വിത്ത് ക്രാംസ്.
സാധാരണ ഈ ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമിനന്റ് ഡയഫ്രമാറ്റിക് റീജിയൻ വിത്ത് ക്രാംസ് കിട്ടുന്ന ഒരു അസുഖമാണല്ലോ ഹിയാറ്റസ് ഹെർണിയ അതെ അല്ലേ? അതെ ഹിയാറ്റസ് ഹെർണിയയില് അതെ അതിനകത്ത് ഹിയാറ്റസ് ഹെർണിയയുടെ ട്രീറ്റ്മെന്റില് ഫറൂഖ് മാസ്റ്റർ പറയുന്ന മഞ്ചിപ്പറ ഇൻഡിക്ക, പിന്നെ പാൻക്രിയാറ്റിനും 3x, പാൻക്രിയാറ്റിനും അല്ല, നമ്മുടെ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന, കൺസ്ട്രിക്ഷൻ റിലാക്സ് ചെയ്യുന്ന ഒരു ബ്രെയിൻ ടിഷ്യൂ ഉണ്ടല്ലോ സാർ. പിന്നെ തൈറോയിഡ് ബന്ധപ്പെട്ട ഒരു ഗ്ലാൻഡ് ഉണ്ടല്ലോ സാർ, ട്യൂമർ വരുന്ന, മറന്നുപോയി. പിറ്റ്യൂട്ടറിനം വളരെ, പിറ്റ്യൂട്ടറിനം 3x ടാബ്ലറ്റ്സ് ചൂടുവെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ പെട്ടെന്ന് കുറയും സാർ. ഒരു എല്ലാ സ്പാസ്മോഡിക് കൺസ്ട്രക്ഷനും റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് തലകോഞ്ഞ് കൊണ്ടുപോകണ്ട. നെക്സോമിക്കയില്ലേ കൊടുത്താലങ്ങ് മാറും. അത് ഒരു 3 മാസം വരെ അടുപ്പിച്ച് കൊടുക്കണം. ആണോ? വണ്ണം പൊട്ടൻസ് 10 days. ഏത് പൊട്ടൻസ് കൊടുക്കണം? വണ്ണം 10 days വണ്ണം പൊട്ടൻസ് കൊടുക്കണം അല്ലേ? 10 days കൊടുത്താൽ 3 മാസം. കാര്യം ഒരു നെക്സോമിക്കയുടെ അത് സാറിന്റെ അനുഭവം എന്റെ അനുഭവമാണ്. പറഞ്ഞോളൂ അല്ലേ? ഞാൻ ഈ മാഞ്ചിപ്പറ ഇൻഡിക്ക ഇതൊക്കെയാണ് ട്രൈ ചെയ്യുന്ന. പക്ഷേ കാര്യങ്ങൾ സബ്സൈഡ് ചെയ്ത് പോകുന്നുണ്ട്. painful sensation in intestine with emission of hot putrid flatus, any mental stress aggravation. ഇപ്പൊ മെന്റൽ പുറത്തുള്ള ഏത് മാഗ്നറ്റിക് അറ്റ്മോസ്ഫിയർ മെഡിസിൻ സാർ ഒത്തിരി പോളിക് റെസ്റ്റിൽ തന്നെ നിൽക്കില്ലേ? വേറെ മെഡിസിൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ആളെ ഞാൻ ചെറുപ്പത്തില്. പിന്നെ മാറ്റി വെച്ചത്. പിന്നെ പോളിക് ആസിഡ്. അതെ അതെ. അന്ന് പല ഡോക്ടർമാരും എന്റെ അടുത്ത് വല്ല ഞാന് കൊടുക്കാറുണ്ട് സാറേ. എന്റെ ഒരു അതെ 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 അതെ. സാറിന്റെ ഒരു വാസനയാണ് എന്നെ ഇതിന് പഠിക്കാനും ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരുമ്പെട്ടത്. എന്റെയിലും ഒരു 3500 മെഡിസിന്റെ കളക്ഷൻ ഉണ്ട്. ആക്ച്വലി അത്രയൊന്നും വേണമെന്നറിയാം. പക്ഷെ എന്നാലും ഒരു മിനിമം ഇതുപോലുള്ള മെഡിസിൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അതങ്ങ് പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് സാർ. ഇത് കൊടുക്കാം സാറേ നെക്സോമിക്ക്. മൗത്ത് ലൂസിങ് ഓഫ് ടീത്ത്, ടൂത്ത് എനി ടൈം ഹോൾഡിങ്. ഈ ലൂസനിങ് ടീത്തിൽ എന്റെ വൈഫിന് തന്നെ ഒരു ഒത്തിരി സാഹസകരമായ ട്രീറ്റ്മെന്റ്, ലക്ഷങ്ങൾ ചെലവാക്കി ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ വായിൽ പല്ലിന്റെ ലൂസിനെസിനും റീപ്ലാന്റിനും ഇംപ്ലാന്റിനും ഒക്കെ വേണ്ടി ചെലവാക്കിയിട്ട് എന്റെ മിസ്സസിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല്ല് ഊരിപ്പോകുന്നുള്ള സെൻസേഷനും പേടിയായിരുന്നു. അപ്പൊ പല്ല് ഊരിപ്പോകുന്നുള്ള സെൻസേഷൻ പേടി ശരിക്കും ക്രിയോസോൾട്ടിനാണ് നമ്മൾ കൊടുത്തത്. ക്രിയോസോൾട്ട് കൊടുത്തിട്ട് കുറഞ്ഞില്ല. പക്ഷേ ഞാൻ ഈ മാഗ്നറ്റിക് പോളസ് കൊടുത്തപ്പം ഒരാഴ്ച കൊണ്ട് ആ ഫീലിങ്ങും പോയി, പല്ല് കുറച്ച്. ഇപ്പൊ 6 മാസമായിട്ട് ഡെന്റിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചു, നല്ലൊരു ഡെന്റിസ്റ്റ് ഡോക്ടറാണ്. അദ്ദേഹം ചോദിക്കണേ ഇപ്പം മിസ്സസിന് എന്താ വേറെ വല്ല ഡെന്റിസ്റ്റിനെയാണ്? ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് ഡെന്റിസ്റ്റ്, അതുകൊണ്ട് ഇപ്പൊ പ്രശ്നങ്ങളില്ലെന്നങ്ങ് പറഞ്ഞു. അതിൽ എന്നെ രക്ഷിച്ച മെഡിസിനാണ് ലൂസനിങ് ടീത്തിന്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ലൂസനിങ് ടീത്തിന്റെ പ്രോബ്ലം വരുമ്പോൾ നമുക്കൊരു ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കാം. പല്ലുറക്കുകയും ചെയ്യും, ആ പ്രശ്നവും തീരും. അതൊരു മാനസിക പ്രശ്നമായിട്ട് വളരും. അല്ലെങ്കിൽ പല്ലൂരി പോവും എന്നും പറഞ്ഞിരിക്കും. ദെൻ സ്വെല്ലൻ ലിപ്പ്. അതെ അതെ. എലിറ്റാസോസിസ് വിച്ച് ഹിംസെൽഫ് ഡസ് നോട്ട് പെർസീവ്. അവരുടെ വായുനാറ്റം ഉണ്ട്, പക്ഷെ അവര് അറിയുന്നില്ല. അൺബിയറബിൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പിലെപ്സിയിൽ നേരത്തെ പറഞ്ഞ ഫോസ്ഫറസ്, അതിന്റെ കൂടെ കൺവൾഷൻ വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്, സിങ്കോപ്പ് വിത്ത് സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് ദ ഐലിഡ്സ്. അപ്പൊ അതിനകത്ത് സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് ദ ഐലിഡ്സ് ഒത്തിരി ഉണ്ട്, ഒത്തിരി മെഡിസിൻ ഉണ്ട്. പക്ഷെ കൺവൾഷൻ വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഓർ സിങ്കോപ്പ് ഉള്ള വളരെ 2-3 മെഡിസിൻസിലുള്ളതാണ്. ഒന്ന് കുപ്രാസെറ്റിക്കും, ഒന്ന്
ഈ ആർട്ടിക്കസ് അല്ലേ സർ? ലോസ് ഓഫ് അതെ കോഴ്സസ് വിത്ത് കൺവൾഷൻ. അതെ സുപ്രമസിറ്റിക്കും വരും. അതെ, കോസ്റ്റിക്കത്തിനുണ്ട്, പക്ഷെ കോസ്റ്റിക്കത്തിന് സിവിയർ ഹെഡേക്ക്. അതെ, കോസ്റ്റിക്കത്തിന് സിവിയർ ഹെഡേക്ക് വിത്ത് കൊണ്ട് ഒരു സ്ലീപ്പിനെസ്, ഭയങ്കര തലവേദന തരിപ്പുണ്ടായിക്കൊണ്ട് വന്നിട്ട് മണിക്കൂർ കണക്കിന് എപ്പോഴും പ്രശ്നം തരിപ്പുണ്ടാവും. വരുമ്പോ ഇത് ഈ കമ്പാരിറ്റീവ്. അതെ 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 കറക്റ്റ്. അപ്പൊ ഈ 3 മെഡിസിൻ നമ്മൾ കമ്പയർ ചെയ്ത് ഓർത്തിരുന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫെയറി സ്പാർക്ക് ബിഫോർ ദ ഹൈലൈറ്റ് ഷൂട്ടിംഗ് സ്റ്റാർട്ട്സ് at 12 ആഫ്റ്റർ സൺലൈറ്റ്. രാത്രി എപ്പിലെപ്സി ഇത് ഗ്ലൂക്കോമ ഉള്ളവരിൽ കിട്ടുന്ന ഒരു സിംറ്റം ഫെയറി സ്പാർക്ക്. ഹെഡേക്ക് ഉണ്ടല്ലോ, സൈക്ലാമിൻ യൂറോപ്പിയം, കാലിബൈക്രോമിക്കം ഇല്ലേ, ഐറിസ് വേഴ്സ്, അതിന്റെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കുക, എടുക്കാമല്ലോ. അതിൽ ഫെയറി സ്പാർക്ക് ബിഫോർ ആണ് ഈ ഡിംനോസോബിസ് ഏത് വന്നാലും കൊടുക്കാം അല്ലേ? അതിനകത്ത് പ്രൊസീഡർ പ്രീസീഡർ ഒന്നും നോക്കണ്ടല്ലേ കാര്യം. സിവിയർ ഹെഡേക്ക് ആയിരിക്കും, ആ പിന്നെ തലവേദന അവർക്ക് ഭയങ്കര ഉണ്ടാവുന്ന. ആ അത് വീണ്ടും വന്നു കഴിഞ്ഞാല് ബിഫോറാണ് ബിഫോറാണ് കൊടുത്താൽ മതി. എനിക്ക് ഒരുപാട് ചേർത്ത് മാറിയിട്ടുണ്ട്. Epilepsy with illusion of smoke or moldy smelling like manure. അപ്പം ഈ എപ്പിലെപ്സിയില് നമുക്ക് ഓറയിൽ ഒരു സ്പെഷ്യൽ ആണ്, സ്മെൽ ലൈക്ക് മാനോർ. അത്രയും മൗൾഡ്ലി സ്മെല്ല് റയർ പെക്യുലർ ആയിട്ട് നമുക്കൊരു സിംറ്റം കിട്ടാൻ. ഹീറ്റ് ആൻഡ് ബേണിംഗ് ഓഫ് ദ ഫേസ് വിത്ത് ലാൻസിനേറ്റിംഗ് പെയിൻ ഇൻ ദ ഫേഷ്യൽ മസിൽസ് വിതൗട്ട് സ്വെറ്റ് ആൻഡ് മോർണിംഗ്. ഇതിന്റെ എപ്പിലെപ്സിയിൽ നമുക്ക് ഉള്ളാവുന്ന ലോസ് ഓഫ് കോൺഷ്യസ് ഉള്ള വളരെ 2-3 റെയർ മെഡിസിൻസിൽ, കോമൺ മെഡിസിൻസിൽ ഓർത്തിരിക്കാവുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ആർട്ടിക്കസ്. വെർട്ടിഗോ ആൻഡ് ലൈങ് ഡൗൺ. ബാക്കിയുള്ള കുറെ അധികം മരുന്നുകൾ വെർട്ടിഗോയില് ലൈങ് ഡൗൺ റിലീഫാണ്, പക്ഷെ ഇത് കിടക്കുമ്പോൾ മാത്രം തലകർക്ക്. വേറെ നമ്മൾ കൊടുക്കുന്ന ഒത്തിരി കൊണിയൻ ടബാക്കം ഫോസ്ഫറസ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ഈ വെർട്ടിഗോൺ ലൈങ് ഡൗൺ എന്നുള്ള ഒരു റയർ പെക്യുലർ ഒറ്റ സിംറ്റംസിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാം. സ്റ്റാഗേഴ്സ് ആക്കി ഇത് എല്ലാം കൂടെ ഹെഡേക്സ് ഫ്രം ഓവർസ്ട്രെയിൻഡ് മെമ്മറി, സെൻസേഷൻ ടോപ്പ് ഓഫ് ഹെഡ് ആസിറ്റ്യൂഡ് വെയർ പ്രസ് ഡൗൺ, ഹെഡേക്ക് വിത്ത് ഹമ്മിങ് ഇൻ ദ ഇയർ. ഈ കോമൺ ആയിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്ന എനി ബ്രെയിൻ, ഇപ്പൊ ചില ബ്രെയിൻ ട്യൂമറിലോ സ്റ്റാഗേഴ്സ് വാങ്ങിയുള്ള സെർബറല ഡിസീസസില് നമുക്ക് മെക്കാനാസെറ്റിക്കം, അബ്സന്തിയം, അപ്പോമോർഫസ്, മോർഫിനോ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പില് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഈ റെയർ പെക്യുലർ സിംറ്റംസ് കോംപ്ലിമെന്റ് ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു നല്ല മെഡിസിൻ ആണ് ആർട്ടിക്കസ്. ആമൈ കറക്റ്റ് സാർ? സജി കറക്റ്റ് ആണോ? കേട്ടില്ല. മൈൻഡ് ടോക്സ് അലൗഡ് ടു ഹിംസെൽഫ് ഡ്യൂറിംഗ് വർക്ക് വിതൗട്ട് ബീങ് അവെയർ ഓഫ് ഇറ്റ്. രസകരമായിട്ടുള്ള മൈൻഡിന്റെ പേരുണ്ടല്ലോ. വർത്തമാനം പറഞ്ഞ ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ജോലിയായിട്ട് ബന്ധപ്പെട്ടതും ആയിരിക്കത്തില്ല, അയാളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കത്തില്ല. പക്ഷേ ടോക്സ് ലൗഡ് ടു ഹിംസെൽഫ് ഡ്യൂറിംഗ് വർക്ക് വിതൗട്ട് ബീങ് അവെയർ ഓഫ് ഇറ്റ്. നമുക്ക് അങ്ങനെ ചില കേസസ്, ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ചില അപ്പന്മാര് ഇങ്ങനെ ചെയ്യുന്ന ഒരു സിംറ്റംസ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ആർട്ടിക്കസിനെ പറ്റി അറിയാൻ പറഞ്ഞു കൊടുക്കാനും പറ്റിയിട്ടില്ല. ഇനി നമ്മൾ വന്നാൽ അത് കൊടുക്കും. സേസ് ആൻഡ് സംതിങ് ഡിഫറെന്റ്, ഡിഫറെന്റ് മാറ്റർ ആയിരിക്കും. അവരുമായിട്ട് കൺസേൺ ചെയ്തോ അവർ ചെയ്യുന്ന ജോലിയുടെയോ അവരുടെ സാഹചര്യത്തിലോ സർക്കംസ്റ്റൻസിലോ മാറ്റർ അല്ലാതെ ഉച്ചത്തിൽ സംസാരിച്ചിരിക്കും. ട്രൈസ് ടു ഡു സംതിങ് ബട്ട് എൻഡ് അപ്പ് ഡൂയിങ് സംതിങ് കോൺട്രറി. ചെയ്യുന്നത് കടകവിരുദ്ധമായിരിക്കും. അതിനകത്ത് ശ്രദ്ധയില്ല, അവർ വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ അവർ ചെയ്യുന്നതിനും കടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ പാലിനകത്ത് എടുത്ത് തേനൊഴിക്കാനോ അല്ലെങ്കിൽ പാലിനകത്ത് പഞ്ചസാരയ്ക്ക് വേറെ ഉപ്പിടാനോ ഒക്കെയുള്ള ഒരു വാസന ഇങ്ങനെയുള്ളവരിൽ വരും. ഇതെല്ലാം സെറിബ്രൽ ഡിസീസ്, സെറിബെല്ലാർ ആൻഡ് സെറിബ്രൽ ഡിസീസിൽ കണക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സിംറ്റംസ് ആണ്
അതുകൊണ്ട് നമുക്ക് ഈ അപ്പോമോർഫിനം പോലെ ഒക്കെയുള്ള റെയർ മെഡിസിന്റെ കൂടില് ബിഫോറാന, അവിടെയും ബിഫോറാന ഉണ്ട് ഇല്ലേ ഡോക്ടറെ സജ്ജി? ബിഫോറാന, അപ്പോമോർഫിനം, പെറേറ്റ കാർബ്, അയോസിയാമിസ്, സ്ട്രമോണിയം, മാഗ്നറ്റിസ് ആർട്ടിക്കസ് ഒക്കെ ആ ഗ്രൂപ്പിൽ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ലെവലിലുള്ള സ്റ്റാഗറിങ്, അബ്നോർമൽ ടോക്കിംഗ്, ഇൻകോർഡിനേഷൻ ലോസ് ചെയ്യുക, ഇൻക്ലൈൻ ടു ബി ആംഗ്രി ആൻഡ് ആബ്സെന്റ് മൈൻഡ്നെസ്, ഇത് ഒരു ക്രോണിക് സ്റ്റേജിൽ വരുമ്പം സെർബ്രൽ ഡിസീസിന് ശ്രദ്ധിക്കപ്പെടാവുന്ന അനുഭവ സമ്പത്തുള്ള ഒരു മെഡിസിനാണ് മാഗ്നസ് വാൾ. പിന്നെ പോളി ആംബോ നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് നോർത്ത് പോളിനെ പറ്റിയുള്ളത്. ഇനി ഇനി സൗത്ത് പോൾ. സൗത്ത് പോളിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ഫ്രോസ്റ്റ് ബൈറ്റാണ്. അഗാരിക്കസ് ഫ്രോസ്റ്റ് ബൈറ്റ്, അഗാരിക്കസ് ഫ്രോസ്റ്റ് നല്ല മെഡിസിനാണ്. അതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മാഗ്നസ്. ഹെർണിയ, ഇഗ്നോറിംഗ് ടോണൈൽ, മെനറേജിയ, വേരിക്കോസിസ്. വേരിക്കോസിസില് ബാലനൈറ്റിസ്, ഓർക്കൈറ്റിസ്. നമ്മളിപ്പോ ഈ പഠിച്ചു വന്ന ഒരു കണക്ഷൻ വെച്ച് നോക്കുമ്പം ഒരുപാട് സെക്ഷൽ ഇൻകോർഡിനേഷൻസ്, സെക്ഷൽ മൈൻഡിന്റെ ഇൻകോർഡിനൻസ്, അവരുടെ വാക്കിലും പ്രവൃത്തിയിലുള്ള ഇൻകോണ്ടിനൻസ് വിത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി അബ്നോർമാലിറ്റി, ഇതെല്ലാം അവരുടെ ജീവിതകാലത്തിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രേഡിലുള്ള ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാലും അവരുടെ ജോബിന്റെ സാഹചര്യം, സർക്കംസ്റ്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പം ഇതിനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടും. അത്രയും പ്രസക്തമായിട്ടുള്ള സ്പാസ്മിക്. Then spasmodic yawning with pain in the articular of left jaw feel dislocated. റൈറ്റ് ലോ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓർമെറ്റില് വളരെ എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത് ലെഫ്റ്റ് ലോയിലാണ്. സ്പാസ്മോഡിക് യാണിങ്ങിന്റെ കൂടെ ലെഫ്റ്റ് ജോ ഫീൽ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പിടിക്കും. പിന്നെ ഇടാൻ അവർക്ക് പേടിയാവും. Constantly drowsy during the day with Danny, lascivious dreams, sleep well at night, generally on his back. Since while sleeping with usually wake him up awake 2 p.m. filled with great ideas in a state of perfect inner consciousness. But sleepിലുള്ള ഒത്തിരി പെർവേഷൻസ് ഈ 3 മെഡിസിനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സോംബലിസം, സെർബ്രൽ ഡിസീസില്, നെർവസ് ഡിസീസിൽ അവരുടെ വാക്കും പ്രവൃത്തി തമ്മിലുള്ള യോജിപ്പില്ലായ്മ, അവരറിയാതെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പം ബിസിനസ്മാൻ ആണെങ്കിൽ ചില്ലറ കൂടുതൽ കൊടുക്കുമ്പോൾ ഒത്തിരി കൂടുതൽ കൊടുക്കുക, ബാക്കിയിൽ കൂടുതൽ കൊടുക്കുക. വളരെ വില കൂടിയ സാധനങ്ങളാണെങ്കിൽ അതറിയാതെ അത് കൂടുതൽ കൊടുക്കുക, കാശ് കുറച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരു ഡെയിലി റൊട്ടീൻ ബിസിനസ് പോലും ഈ ടൈപ്പ് സിംറ്റംസ് ബേസിക്കലി കിട്ടുവാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് പ്രീവിയസ് മെയിൻറ്റെയിനിങ് കോഴ്സ് നോക്കിയിട്ട് നമുക്ക് ഈ മാഗ്നറ്റിക്സ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ വളരെ ശക്തമായിട്ടും നന്മയായിട്ടും പരീക്ഷിക്കാവുന്നതാണ്. ചെയ്തത്രയും നമുക്ക് അനുഭവ സമ്പത്തുണ്ട്. നല്ലൊരു മെഡിസിനാണ്. വെൻ ഫുള്ളി അവേ കനോട്ട് റിമെമ്പർ ദോസ് ഐഡിയാസ്. പിന്നെയും പറയുന്ന കണ്ട സ്വപ്നം കാണും, രാവിലെ ഒരു കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അതിനെപ്പറ്റി ചോദിച്ചറിയാൻ പറ്റത്തില്ല. പ്രോസസ് അബൌട്ട് ആസ് ദ ബെഡ് ഫീൽസ്, sleeplessness, calms around down, soreness of the right shoulder, pain and the stiffness in the finger joints. ഈ ഷോൾഡർ റുമാറ്റിസത്തിലും ഫ്രോസൺ ഷോൾഡറിലും ഇനി ഒത്തിരി നന്മ കിട്ടിയിട്ടുണ്ട് ഈ മെഡിസിൻ കൊടുത്തിട്ട്. കാര്യം നമ്മുടെ സാങ്ക്രിയ, പെറമെറ്റ്, ഫെറമോർ, കോസ്റ്റിക്കം, ഗോയാക്, റെസ്റ്റോക്സ്, റൂട്ട, ഇതിനൊക്കെ ഉപരി
ഒരു റൈറ്റ് ഷോൾഡർ പെയിൻ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഈ മാഗ്നറ്റിസം ആകുമ്പോൾ. ഫ്രാക്ചർ ലൈക്ക് പെയിൻ ഇൻ ദ ഹിപ്പ് ആൻഡ് ലോവർ ലിംസ്. പേഷ്യന്റ് പറയും പൊട്ടി പോയിട്ടുണ്ടോ എന്ന് നോക്കണം സാറേ, എക്സ്റേ എടുക്കണം. ആ ഒരു വേർഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ട്രൈ ചെയ്യാം. സെൻസേഷൻ ഗ്രേറ്റ് ലാസിറ്റ്യൂഡിനൊക്കെ ബ്രേക്ക് പെൻ ബാക്കി അവിടെയും പൊട്ടിപ്പോവും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം. പണ്ട് ട്രില്യം പെൻഡിലത്തിന്റെ ശേഖരം ഇത് ഹിപ്പ് ജോയിന്റില് നമുക്ക് കിട്ടും. ചില നല്ല റുമാറ്റോയിഡിസം അതുപോലെ തന്നെ ആക്ഷൻ വേണ്ട വാസ്കുലർ നെക്രോസിസിലൊക്കെ നല്ലപോലെ ഗുണം കിട്ടിയിട്ടുണ്ട് എനിക്ക് അനുഭവത്തിൽ. ടിയറിംഗ് ഇൻ ഔട്ട്സൈഡ് ഓഫ് ദ നീ എക്സ്റ്റെൻഡിങ് ഡൗൺ ടു ദ ആംഗിൾ, ടിയറിംഗ് പെയിൻ. പിന്നെ കോൺസിനകത്ത് ആന്റിങ് റോഡ് ആക്ട് ചെയ്യാതെ വരുമ്പോൾ അൻക്ലൂഡിങ് കേസിൽ ഇത് ഗുണം ചെയ്യുന്നതായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സഫോക്കറ്റീസ് പോസ്റ്റ്മോർട്ടം പിന്നെ എവേക്കിംഗ് ദ ഓപ്പൺ എയർ. അപ്പം ഓപ്പൺ എയർ റിലീഫ് നേരത്തെ പറഞ്ഞ സ്റ്റെർപൂലിയ, ലൊബീലിയ ഇൻഫ്ലേറ്റ, എപ്പിസ്മെലിമിക്ക, നാട്രമോർ, അതിന്റെ കൂട്ടത്തിൽ ഈ വാക്കിംഗ് സ്ലോലി ഇൻ ഓപ്പൺ എയർ. പുറത്തു പോയി ഇപ്പൊ കൊച്ചാണെങ്കിൽ നമ്മൾ ഫുൾ മൂണിൽ വരുമ്പം എന്നിട്ട് കൊച്ചു നമ്മളെ തള്ളി പുറത്തിറക്കും, പുറത്ത് കൊണ്ടുപോയി നടക്കാൻ. അപ്പൊ ഈ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മെഡിസിനിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കണ്ടാൽ വി ക്യാൻ ട്രൈ വിത്ത് മാഗ്നറ്റസ്. അപ്പോ സീസിംഗ് ഇറിറ്റേഷൻ വിത്ത് ഇൻഡ്യൂസ് കഫ് ഇറിറ്റേഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ സപ്രസിംഗ് കഫ്. ശ്വാസം പിടിച്ചിരിക്കുമ്പോൾ ചുമ കുറയും. ഇപ്പൊ പബ്ലിക്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മുക്കി പിടിച്ച് അനങ്ങാതിരിക്കുവാണെങ്കിൽ ചുമ കുറയുന്നുണ്ടെങ്കിൽ ഇതിനൊരു ക്ലൂ ആണ്. Stored obstinate constipation, large heart, difficult to evacuate, open breast by drawing, pain in the hypogastric. Blood with stool ടോയ്സൈഡ്, അതൊരു റെയർ സിംറ്റമാണ്. ടോയ്സൈഡ് മോഷനോട് ബ്ലീഡിങ് എപ്പോഴും ഇല്ല, 2 പ്രാവശ്യം പോകും. അത് 2-3 ദിവസം അടുപ്പിച്ച് പോകും, പിന്നെ പോകത്തില്ല. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഇവാക്യുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 3 ഗ്രൂപ്പ് ഓഫ് മെഡിസിനും കോൺസ്റ്റിപ്പേഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ബ്ലഡ് വിത്ത് സ്റ്റൂൾ ടോയ്സൈഡ്, നൊക്ടേണൽ ന്യൂമാർഡിഷൻ, എക്സസീവ് ഡിസയർ. ഡിസയർ വിത്ത് ഇൻഎഫിഷ്യൻസി, നൊക്ടേണൽ ന്യൂമാൻഡറി എമിഷൻ, എമിഷന്റെ സ്വപ്നം കാണുക, എമിഷൻ ഇല്ലാതെ എമിഷൻ പോയി എന്ന് ചിന്തിക്കുക. ഈ ഗ്രൂപ്പ് ഓഫ് സെക്ഷൽ ഡിസോർഡേഴ്സിൽ ഏജ്ഡ് പീപ്പിളിൽ വി ക്യാൻ ഓൾസോ ദിസ് അവർ റെഗുലർ മെഡിസിൻ. അബ്ഡോമൻ incarcerated flatus with gurgling and withering sensation, pressure in the abdomen within without to flatus which wake up the patient at night. ഗ്യാസ് കൂടി അവിടെയൊക്കെ ഇടിച്ചു കയറി നമ്മുടെ ഡയാസ്കോറിയ പോലെ, നെക്സോമിക്ക പോലെ, ജാലപ്പ പോലെ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് മാഗ്നറ്റിസ് ഗ്രൂപ്പ്. നമ്മുടെ സമയം ബേസ്ഡ് ഫ്ലാറ്റുലൻസ് വന്നിട്ട് വയറ് പൊട്ടി തീർന്ന് ഇങ്ങനെയുള്ള പ്രൊട്രൂഡ് എസ്പെഷ്യലി വെൻ കഫിങ്. ഇവിടെ ലൈക്കോപോഡിയം ക്ലവേറ്റവും കോക്കലസ് ഇൻഡിക്കസിന്റെ ഒക്കെ കൂടെ ഗുണം കിട്ടാതെ വന്നാൽ കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. കഫിങ് പ്രൊട്രൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിഗേരിയസ് അപ്പിറ്റൈറ്റ് അറ്റ് സപ്പർ, ഈറ്റ് വിൽ ബട്ട് ഡെവലപ്പ് എ ഫ്ലാറ്റ് ടേസ്റ്റ് ഇൻ ദ മൗത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെൻസേഷൻ ഓഫ് ഇറ്റ് ഇൻ ദി ഇയർ. ഗാസ്ട്രൈറ്റിസ് വിത്ത് ഗാസ്ട്രിക് അസിഡിറ്റി വിത്ത് ഹീറ്റ് ഇൻ ദ ഇയർ ഒരു റെയർ പെക്യുലർ സിംറ്റമാണ്. ലോങ് കണ്ടിന്യൂസ് റൺസീഡ് ഹാർട്ട് പെയിൻ. അപ്പൊ ലോങ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മെഡിസിന് അൻറ്റാസിഡ് കൊടുത്തിട്ട് കുറയുന്നില്ല. നമ്മുടെ റൊബീനിയ, ജെറേനിയം, നെക്സോമിക്ക, ലൈക്കോപോഡിയം തുടങ്ങിയിട്ടുള്ള അൻറ്റാസിഡ്സ് നമ്മൾ കൊടുത്തിട്ടും കുറയുന്നില്ലെങ്കിൽ ഈ ഇമ്പോണ്ടബിലിയ മെഡിസിൻ കൊടുക്കുന്നത് ഗുണം കിട്ടും. ഫ്രീക്വന്റ് ഇറിറ്റേഷൻ വിത്ത് പെയിൻഫുൾ സെൻസേഷൻ, വെയിറ്റ് ഇൻ ദി സ്റ്റൊമക്ക്, ക്രിപ്പിംഗ് ആൻഡ് ത്രോബിംഗ് ഇൻ ദി പിറ്റ് ഓഫ് സ്റ്റൊമക്ക്. സാർ ഇനി ബാക്കി നമുക്ക് അടുത്തൊരു ക്ലാസ്സിലായാലോ? ഇല്ല ഇനിയിപ്പോ ഇല്ല, ക്ലാസ് ഇല്ല. ഇനിയിപ്പോ മാഗ്നറ്റിസ് തീർന്ന്. അപ്പൊ നമുക്ക് സലൈവേഷൻ ഉണ്ട്. പില്ലോ ബിക്കം വെറ്റ്. രാത്രി അഡൽട്ടിന്, പിള്ളേർക്കല്ല. അപ്പൊ മെർസോളിന്റെ വെല്ലുന്ന സലൈവേഷൻ രാത്രി പില്ലോ നനയുന്ന ഗ്ലൂ ആണ്. അപ്പൊ അങ്ങനെയുള്ള വിവിധ തരങ്ങളിലെ ക്ലൂ റെയർ പെക്യൂലിയർ സിംറ്റംസ് ഉള്ള ഒരു
കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന, വളരെ ഫലപ്രദമായിട്ട് ആക്ഷൻ പ്രതീക്ഷിക്കുകയും നൽകുകയും ചെയ്യുന്ന 3 മെഡിസിനാണ് നമുക്ക് മാഗ്നറ്റിസ് എന്നുള്ളത്. നെർവസ്, സെക്ഷൽ ഫിയർ, ഗാസ്ട്രിക് മ്യൂക്കസ് മെമ്പറയിലാണ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത്. ഇയാറ്റിസ് ഹെർണിയ തൊട്ട് സെക്ഷൽ ഇംബാലൻസ് വരെ, ഹലൂസിനേഷൻ, ഡെലൂഷൻസും ഡ്രീംസും സ്വാമിനാംബുലിസും കവർ ചെയ്യുന്ന ബൃഹത്തരമായ ഈ മാഗ്നറ്റിക് മെഡിസിൻസ് എല്ലാവരും പഠിക്കണം, എല്ലാവരും ഉപയോഗിക്കണം, എല്ലാവരുടെയും പ്രാക്ടീസിന് അതുകൊണ്ട് നന്മ കിട്ടും എന്ന എൻ്റെ ഒരു അനുഭവം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം. എനി ക്വസ്റ്റ്യൻ സോ ഫാർ? സെഡ്ജി പോയായിരിക്കും അല്ലേ? ഓക്കെ ഡോക്ടർ. സാറേ ഓക്കെ സാറേ, ഈ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യാമോ? സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യാമോ സാറേ? നമുക്കിനി ചർച്ചയ്ക്ക് കാര്യമായിട്ട് സമയമില്ല, 32 10:32. ഓഫ് ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ഇന്നിട്ട് ചർച്ചയ്ക്ക് ഒരു കൂടുതൽ സമയമില്ല. ഇപ്പൊ തന്നെ നമ്മൾ 3-4 മിനിറ്റ് ലേറ്റാണ്. എന്നാലും മിനിറ്റ് ഇത്രയും പങ്കാണ്. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ. കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സംശയമുള്ളവർ പറയാൻ പറ. ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി കൂടുതൽ അനുഭവ സമ്പത്തോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള നന്മകളോ ഇതിനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആയില്ല സാറേ, അതുകൊണ്ട് എല്ലാരെയും കാണാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ള ഒരു സ്റ്റഡി ഇതല്ല. ശാലിനി ഡോക്ടർ ഒരുങ്ങി വരുന്നല്ല. ശാലിനി ഡോക്ടറെ പറയൂ. സൗണ്ട് കേൾക്കാത്തോണ്ട് അതിനെ കേൾക്കാവോ? ശൈല ഡോക്ടറെ സാറേ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യാമോ? അങ്ങനെയല്ലേ സാറേ നമുക്ക് ഇപ്പൊ ആരും വരുന്നില്ല. ഓഫ് ചെയ്തു സാറേ, ഓഫ് ചെയ്തു. ഓഫ് ചെയ്തില്ല, കാണുന്നുണ്ടല്ലോ. ഓഫ് ചെയ്തിട്ടില്ല. കാണുന്നില്ലല്ലോ. കാണുന്നു. എനിക്കേ കാണുന്നുള്ളൂ, എല്ലാവർക്കും കണ്ടുകൂടെ? കാണാമോ? സ്ക്രീൻ ഷെയറിംഗ് കാണാം. അപ്പൊ സാറേ ഭദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശാലിനി ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ആരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. നമുക്ക് സമയപരിമിതി ഉണ്ട്. ഒരുപാട് കിടക്കുന്നില്ല. നമുക്ക് ഈ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ അവസാനത്തെ മെഡിസിൻ ക്ലാസ് എടുത്താൽ നല്ലതായിരുന്നു സാറേ. ഡോക്ടർ ഷീല ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. സാറിന്റെ സ്ക്രീൻ ഓഫ് ആയിട്ടില്ല. ഷീല ഡോക്ടർക്ക് ചോദിക്കാമോ? ഡോക്ടർ. ഡോക്ടറെ നമസ്കാരം. എനിക്കൊരു സംശയമുള്ളത്, ഈ ഇടയ്ക്ക് ഡോക്ടർ നടു ഉളുക്കിന് ഒരു സ്പെസിഫിക് മെഡിസിൻ പറഞ്ഞല്ലോ, റെസ്റ്റോക്സ് ഒന്നും കൊടുത്ത് പറയാത്തപ്പോ നടു ഉളുക്കിന്. കാരണം അത് കോമൺ ആയിട്ട് എപ്പോഴും നമുക്ക് കാണുന്ന ഒരു സിംറ്റം ആണല്ലോ. മെഡിസിൻ കൊടുത്താലും ചിലപ്പോൾ റെസ്റ്റോക്സ് കുറയത്തില്ല. അതിനൊരു സ്പെസിഫിക് മെഡിസിൻ ഡോക്ടർ? അറേണിയ ലോക്സോബ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അറേണിയ ലോക്സോബ, അറേണിയ ഡയാഡിമ ഇതിന്റെ കൂടെ ഉള്ള വേറെ സ്പൈഡർ പോയിസൺ ആണ് അറേണിയ ലോക്സോബ. ഞാനത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല മെഡിസിൻ ആണ്. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ബോണി മെറ്റുണ്ടായിട്ട് മെറ്റ് വരുമ്പം ഹീലിംഗ് വരും. അതിന് നമ്മള് കോക്കുലസ് ഇൻഡിക്കസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫലപ്രദയും മരുന്നാണ്. ലോക്സോബ, അറേണിയ റെസിമോസ, അതുപോലെ ലോക്സോബ ലാറ്റ എന്നാണ്. ലോക്സോബ കിട്ടും, നമ്മുടെ റഡാർ റെപ്പർട്ടറി കിട്ടും. ഭദ്രാജി പറയൂ. സംസാരിക്കാം. ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ. ഭദ്രൻ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ?
അല്ല എനിക്ക് പറയൂ മാഗ്നസ് പോളസ് ആസ്ട്രേലിയ ആണുള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ ഇൻഡോയിങ് ടോണൈൽസിന് കൊടുത്തിട്ട് നല്ല ഗുണമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് ഏതിന്? ഇൻഗ്രോയിങ് ഓഫ് ടോണൈൽസ്. ഇൻഗ്രോയിങ് അതിപ്പോ സാറ് പറഞ്ഞല്ലോ. ഇങ്ങനെ ഇൻഗ്രോയിങ് ടോണൈൽ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞ അതായത് സൈലീഷ്യ ഫോസ്ഫറസ് ഒക്കെ വരുമ്പം ഈ മാഗ്നറ്റിക് മെഡിസിൻസിൽ വളരെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മളൊരു സ്റ്റാഗ്നേഷൻ കാണുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം, നല്ലതാണ്. ഞാൻ ഓക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആർത്രൈറ്റിസിലൊക്കെയാണ്. എനിക്ക് ഒത്തിരി ഫെയിലുവർ ഓക്കെ കുറവാണ് അതുകൊണ്ട് ആർത്രൈറ്റിസ് ട്രീറ്റ്മെന്റിൽ. ഓക്കെ സാറേ, ഭദ്രൻ ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇനി സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കും. ഓക്കെ. പതിവ് പോലെ വളരെ നല്ലൊരു ക്ലാസ് ആണ് സാർ നമുക്ക് എടുത്തത്. പക്ഷെ സാറേ ഒരു കാര്യം ഒന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. സാറ് ഈ അവസാനം എടുത്ത മാഗ്നസ് പോളസ് ഓസ്ട്രേലിയസിന്റെ കുറച്ച് സ്ലൈഡും കൂടെ മിച്ചം നിൽക്കുന്നുണ്ടല്ലോ സാറേ. അതും ഇച്ചിരി സ്പീഡിലാണല്ലോ പോയ. ഒരു ദിവസം ആ ക്ലാസ് കൂടെ ഒന്നും കൂടെ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. സാർ ഇത്രയും നല്ല ക്ലാസ് അതിനുപരി നമുക്കിപ്പോ ബോർക്കിൽ നിങ്ങൾക്ക് ഈ ക്ലൂ കിട്ടും, പക്ഷെ ഒരു കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കാൻ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കുക ആണല്ലോ നമുക്ക് ഗുണം ചെയ്യുന്നത്. അത് ഇപ്പൊ നമ്മൾ അത് ഗുണം ചെയ്തിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് നോക്കാം. നമുക്കിനി ഇതിപ്പോ കുറച്ചുകൂടെ ഒക്കെ ഒത്തിരി ഡിസ്കഷൻസ് ഉള്ള ബോർക്കൊക്കെ തന്നെ ഒന്നുകൂടെ തറവായിട്ട് നിങ്ങൾ കമ്പയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം. ഇത് ഈ വൈകിയ വേള 9:30 തൊട്ട് 10:30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വീക്കാവും, എല്ലാരും ക്ഷീണവും. അല്ല, ഇന്ന് ഇച്ചിരി സമയം നമുക്ക് പോയത് കൊണ്ടാ സാറ്. ഏതായാലും ഇത്രയും നല്ല ക്ലാസ് ഞങ്ങൾക്കൊക്കെ ആദ്യമായി കേൾക്കുന്ന പോലെയാണ് ഞങ്ങൾ ഇത് കേൾക്കുന്നത്. അത്രയും നല്ലൊരു ക്ലാസ്സാണ് സാറ് നമുക്ക് എടുത്തു തന്നത്. സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതിന്റെ ബാക്കിയുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ മറിയാമ്മ ഡോക്ടറെ, ഈ സമയപരിമിതി നമുക്ക് സാറിന് ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുമുണ്ട്. പക്ഷെ നമുക്കുള്ള ഇന്ന് തുടങ്ങാനും കുറച്ച് വൈകി, അതാണ് നമുക്ക് അവസാന ഭാഗം കുറച്ച് ഓടിച്ചു പോകേണ്ടി വന്നത്. അപ്പൊ എന്തായാലും സാറ് ഇനിയും സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് സാറിനെ നല്ലൊരു ക്ലാസ് സാറിന് നോക്കാം. സാറിന് സമയമുള്ളപ്പം സാറ് തീർച്ചയായിട്ടും വരണം എന്നുള്ള റിക്വസ്റ്റോടു കൂടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നാളെ ഇതേ സമയം കാണും വരേക്കും ഗുഡ് ബൈ.